എം ജയചന്ദ്രൻ, നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ആമുഖമായി തന്നെ പറയാം. ഒന്ന്, ഞാനോ ശ്രീ എം ജയചന്ദ്രനോ ഞങ്ങളിലുള്ള ഒരു മാധ്യമപ്രവർത്തകനോ ജില്ലാ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഏരിയ കമ്മിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപടി റിപ്പോർട്ട് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുക. അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തയുടെ വികാസം എന്ന് പറയുന്നത്. താങ്കൾക്കും അറിയാമല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഏരിയ കമ്മിറ്റിയിൽ ഇന്നലെ പങ്കെടുത്തതിൽ 18-ൽ 14 പേരും നടപടി ആവശ്യപ്പെടുകയും ആ നടപടി ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി വിടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആരോപണ വിധേയനിൽ നിന്ന് മൊഴിയെടുക്കും. അതിനുശേഷം പാർട്ടി നടപടിക്രമം അനുസരിച്ച് അദ്ദേഹത്തെ പുറത്താക്കുമെന്നറിയാൻ സാധിക്കുന്നത്. പക്ഷേ ആരോപണം ഗൗരവ സ്വഭാവത്തിലുള്ള ഒന്നാണ്. അതിലും ഒരു കറക്ഷൻ വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം PSC അംഗത്വത്തിന് വേണ്ടി 22 ലക്ഷം രൂപ കൊടുത്തു എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. അങ്ങനെയല്ല, ഒരുപക്ഷെ PSC നിയമനത്തിന് എന്നതാവാം കൂടുതൽ ശരിയായ പരാതി എന്ന് മനസ്സിലാക്കുന്നു. കാരണം പരാതി എൻ്റെയോ താങ്കളുടെയോ നേരിട്ട് കൈകളിലില്ല. പക്ഷേ ഈ വിഷയം ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയും എടുക്കാൻ പോകുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വികാസം, ഈ പ്രമോദ് കോട്ടുളിയെ പുറത്താക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായുള്ള ബന്ധത്തെ തുടർന്നാണ് എന്ന ഒരു കാമോഫ്ലാഷ് എന്നൊരു കവചം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കോഴക്കേസിനെ പാർട്ടി നേരിടാൻ പോകുന്നത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധം, ആഡംബര ജീവിതം എന്നതിനെ മറയാക്കി കോഴയെ മറച്ചുകൊണ്ട് ഈ PSCയിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോഴ വിഷയത്തെ പാർട്ടി ലഘൂകരിക്കുകയാണോ ചെയ്യുന്നത്? ഈ വിഷയം യഥാർത്ഥത്തിൽ പോലീസ് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ട വിഷയമല്ലേ എം ജയചന്ദ്രൻ? ഡോക്ടർ അരുൺകുമാർ, താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ വസ്തുതകൾ, അതായത് അതിനകത്ത് ഏറ്റവും പ്രധാനമായ വസ്തുതയായി വരുന്നത്, കേരളത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് ഇത് PSC മെമ്പറാവാൻ വേണ്ടിയുള്ള ഏർപ്പാടായിരുന്നില്ല, മറിച്ച് PSC ജോലിയായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണല്ലോ. ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു വനിത ഡോക്ടർ, ഹോമിയോ ഡോക്ടർ, അവർ നിലവിൽ ഗവൺമെൻറ് ജീവനക്കാരിയാണ്. ആയുഷ് എന്ന പദ്ധതി പ്രകാരം ആയുഷിൽ പ്രധാനപ്പെട്ട ഒരു പദവി, അത് സൂപ്രണ്ടിൻ്റെ പദവിയാവാം, അതിന് താഴെയോ തൊട്ട് മുകളിലുള്ള പദവിയാകാം, എന്തെങ്കിലും അത്തരത്തിലുള്ള പദവിയുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉരുത്തിരിഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഒരു പരാതി, രേഖാമൂലമുള്ള പരാതി മനസ്സിലാക്കുന്നത്. അതെ, പക്ഷേ ഇത് സംബന്ധിച്ച രേഖാമൂലം, ആരുടെയെങ്കിലും രേഖാമൂലമുള്ളൊരു പരാതി എവിടെയും ലഭിച്ചിട്ടില്ല. അതേസമയം അജ്ഞാതനാമാവായിട്ടുള്ള ഒരു പരാതിക്കാരൻ ബന്ധപ്പെട്ട CPM കേന്ദ്രങ്ങളിലേക്ക് പരാതി അയക്കുകയുണ്ടായിട്ടുണ്ട്. അതിന് പേരില്ല, ഊരും പേരുമില്ല. ഇങ്ങനൊരു വിഷയമാണ് ഉന്നയിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച് താങ്കൾ ഇപ്പോൾ ചോദിച്ചതുപോലെ അതുമായി ബന്ധപ്പെട്ട് അരുണിനെയാണോ, അരുണുള്ള പേര് തെറ്റിപ്പോയതിൽ എൻ്റെ നാക്കുപിഴയാണ്, പ്രമോദ് കോട്ടുളിയാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്നുള്ളതൊക്കെ CPM എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ അരുൺകുമാറിന് കൃത്യമായും അറിയാം CPMൻ്റെ സംഘടനാ സംവിധാനം എങ്ങനെയാണ് ഉള്ളതെന്ന്. ഇത്തരത്തിൽ ഒരു സംഗതി വരികയും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ ഒരു സഖാവിനെക്കുറിച്ചടക്കം ഇതിൽ പരാമർശ വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പാർട്ടി അതിൻ്റെ CPM എന്ന പാർട്ടി അതിൻ്റെതായ സംഘടനാ രീതികൾ ഉപയോഗിച്ചാണ് അത് അന്വേഷിക്കുക. അന്വേഷിച്ച് കഴിയുമ്പോഴാണ് അവർ അക്കാര്യത്തിൽ എന്താണ് തീരുമാനിക്കേണ്ടത്, നടപടി എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കുന്നത്. ആ അന്വേഷണങ്ങൾക്കൊടുവിലായിട്ടുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, താങ്കൾക്കറിയുമല്ലോ. ആ തരത്തിലാണിത് വരിക. അത് തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഈ പ്രമോദ് കോട്ടുളി എന്ന നേതാവിൻ്റെ പേരിലാണോ ഇനി മറ്റാരെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തുണ്ടോ എന്നൊക്കെയുള്ളതിനെ അറിയാനിരിക്കുന്നു. അതോ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനൊരു പരാതി തന്നെ ഉണ്ട് എന്ന് പറയുന്നത് വ്യാജമാണോ? ഈ പരാതി ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ഡോക്ടർക്കടക്കം, അല്ലെങ്കിൽ ആ ഡോക്ടറുടെ ഭർത്താവായ ഡോക്ടർക്കടക്കം അത്തരത്തിലുള്ള പരാതികളൊന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഞാനൊന്നുകൂടി അത് വ്യക്തമാക്കാം പ്രേക്ഷകർക്ക് വേണ്ടി. കാരണം പലപ്പോഴും CPM പാർട്ടിയിൽ വരുന്ന പരാതികളെ CPM പ്രതിരോധിക്കുന്നത് അങ്ങനെ ഒരു പരാതിയില്ല എന്നുള്ളതാണ്. ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ സംഭവിക്കുന്നത് പുറം ലോകം അറിയാറുമില്ല. അത് സ്ത്രീ വിഷയമാണെങ്കിലും അത് ജാഗ്രത കുറവോ അല്ലെങ്കിൽ തീവ്രമായ പീഡനമോ എന്നുള്ള ഒരു സ്കെയിലിലാണല്ലോ പാർട്ടി അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറ്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം
ഒരു ലോക്കൽ കമ്മിറ്റി അംഗമായ വനിത ഈ ഹോമിയോ ഡോക്ടറുടെ സുഹൃത്താണ് ആദ്യം ഇത് പരാതിയായി ജില്ലാ കമ്മിറ്റിക്ക് അയക്കുന്നത്, ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുള്ളിക്കെതിരെ. ആ പരാതിയിൽ വേണ്ട നടപടി ഉണ്ടാവുന്നില്ല. മെയ് മാസത്തിലാണ് ആ പരാതി പോകുന്നത്. തിരഞ്ഞെടുപ്പ് കാലമാകുന്നത് കൊണ്ട് തന്നെ ആ പരാതിയിൽ വേണ്ടത്ര ജാഗ്രതയോ ശുഷ്കാന്തിയോ ജില്ലാ കമ്മിറ്റി കാണിക്കുന്നില്ല, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഇത് പരാതി പരിഹരിക്കപ്പെടാത്തത് കൊണ്ടും പണം തിരികെ നൽകാത്തത് കൊണ്ടും ഈ വ്യവസായി, അതായത് ഹോമിയോ ഡോക്ടറുടെ ഭർത്താവ്, സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി അയക്കുന്നു. ആ സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ച പരാതിയെക്കുറിച്ചാണ് ഇന്ന് ഗോവിന്ദ മാഷ് പറയുന്നത് അങ്ങനെ പരാതി ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. പാർട്ടിക്കുള്ളിലായതുകൊണ്ട് നമുക്കത് അറിയുകയുമില്ല. അതിനെ തുടർന്നൊരു അന്വേഷണ കമ്മീഷൻ തീരുമാനിക്കപ്പെടുന്നുണ്ട് കേട്ടോ. PK മുകുന്ദൻ, മാമ്പത്തെ ശ്രീധരൻ, മിസ്റ്റർ ഗിരീഷ്, M ഗിരീഷ്, KK ദിനേശൻ എന്നീ 4 പേരടങ്ങുന്ന ഒരു അന്വേഷണ കമ്മീഷനാണ് ഇത് അന്വേഷിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായി കാര്യങ്ങളൊക്കെ കോഴ വാങ്ങിയിട്ടുണ്ടെന്നും കോഴ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടതായി മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി നടപടികൾ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും പുറമറിയുന്നില്ല. അതൊക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് M ജയചന്ദ്രൻ, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ PSCയിലെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 ലക്ഷം രൂപ ഒരു ഹോമിയോ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു പാർട്ടിയിലെ ഉത്തരവാദിത്വപ്പെട്ട അംഗം വാങ്ങിയിട്ടുള്ളതൊരു ആരോപണം ഉയരുമ്പോൾ ആ വിഷയം നമ്മളുടെ നിയമ സംവിധാനത്തിൻ്റെ പരിധിയിൽ വരേണ്ടതല്ലേ? കാരണം അത് PSCയുടെ നിയമനത്തിൻ്റെ വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ശ്രീ M ജയചന്ദ്രൻ. തീർച്ചയായും താങ്കളുടെ ആ ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയുമ്പോൾ തീർച്ചയായിട്ടും ആ നിയമത്തിന്റെ പരിധിയിൽ വരേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, എനിക്ക് അക്കാര്യത്തിൽ ഒരു സന്ദേഹം പോലുമില്ല. അത് ആ പരാതി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ പേരിൽ അങ്ങനെ പരാതി സമർപ്പിച്ചിട്ടില്ല ഇതുവരെ എന്നാണ് എൻ്റെ ബോധ്യം. ആ ബോധ്യം താങ്കൾക്ക് അങ്ങനെയല്ല, താങ്കൾ പറഞ്ഞത് അങ്ങനെയല്ല, അങ്ങനെ ഉണ്ട്. ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ പേര് പറഞ്ഞു, പിന്നെ ആ വനിതാ ഡോക്ടറുടെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞു, അങ്ങനെയൊക്കെ താങ്കൾ പറഞ്ഞു. പക്ഷേ എൻ്റെ ബോധ്യത്തിൽ ഇങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം പേര് വെച്ച് കൊടുക്കുകയോ ഈ വനിതാ ഡോക്ടറുടെ ഭർത്താവ് പേരെഴുതി ഇങ്ങനെ പരാതി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയോ ചെയ്തതായിട്ട് എൻ്റെ ബോധ്യത്തിൽ ഇതുവരെ ഇല്ല. പക്ഷേ പരാതി ഉണ്ട് എന്നാണ് കേട്ടത്. ആ പരാതിയെ സംബന്ധിച്ച് പാർട്ടിയുടേതായ നിലയിൽ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി കോടതിയാണ്, പാർട്ടി വിധിയാണ്, പാർട്ടി തീരുമാനമാണ് എന്നുള്ള ഒരു ജനറലൈസേഷനിലേക്കൊന്നും ഒരു കാരണവശാലും എത്താനേ കഴിയില്ല, എത്താൻ പാടില്ല. ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല. Debate with Arun Kumar.